ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഇതേ കിട്ടിയുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൈനാപ്പിൾ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് നമുക്കൊരു 4-5 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അതിനുശേഷം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. പൈനാപ്പിൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മുഴുവനായി അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നമുക്ക് പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിനി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തൈരൊന്ന് ചൂടായി വന്നാൽ മതി. തൈര് ചേർത്ത് നമ്മൾ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആവുമ്പോൾ തൈര് പിരിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരട്ടെ. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചടി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്